മലയാളികൾ ഏറ്റെടുത്തൊരു താരവിവാഹമായി മാറുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. നടൻ കണ്ണൻ സാഗറിൻ്റെ മകൻ വിവാഹിതനായി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്ത. രജിസ്റ്റർ ഓഫീസിൽ പൂവണിഞ്ഞത് പ്രണയവിവാഹമാണ് എന്ന് മനസ്സിലാകുന്നു. പ്രവീൺ താലി ചാർത്തിയത് നസ്രാണി പെണ്ണിനെ എന്നതുകൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നൊരു കാര്യം. ഇപ്പോഴുള്ള എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ മാരേജ് വഴി തന്നെയാണ് നടക്കാറുള്ളത്. പണ്ടത്തെ പോലെ ആർഭാടമായിട്ടൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹം കഴിക്കാറില്ല. ഇപ്പോൾ മകൻ്റെ വിവാഹം ആഘോഷിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പങ്കുവച്ചിരിക്കുന്ന വാർത്ത എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയാം. കടക്കണിയിൽ ഒഴിവാക്കി പണത്തിനായി പണിയെടുത്തും ഏറ്റക്കുറച്ചിലുകൾ സ്വയം പരിഹരിച്ചും ആരെയും മനസ്സാൽ വെറുപ്പോ വിദ്വേഷമോ ഉളവാക്കാൻ ഇടവരാതെ പറ്റുന്ന സഹായങ്ങൾ ചെയ്തും ആവുന്നതുപോലെ സന്തോഷിപ്പിച്ചും സഹോദരങ്ങളെയും സഹപ്രവർത്തകരും സ്വന്തക്കാരെയും സ്വജനങ്ങളും അവരോടുള്ള സമീപനവും ആത്മാർത്ഥതയും ഒരു ആപത്ത് ഘട്ടത്തിൽ ആവുന്നതുപോലെ ചേർത്ത് പിടിക്കുവാനും കഴിയണം. അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലെങ്കിലും കാരണം സമൂഹത്തിൽ ഇതിനുള്ള മനുഷ്യർക്ക് പല സ്വഭാവക്കാരാണ്. ബഹുമാനവും സ്നേഹവും കൊടുത്ത് പഠിക്കണം എന്നൊക്കെയാണ് പലപ്പോഴും തന്നെ കൊണ്ട് അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവാഹ വാർത്ത കേട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത്തരമൊരു വിവാഹം തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. മകൻ്റെ വിവാഹം കഴിഞ്ഞ് സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയായിരുന്നു കണ്ണൻ സാഗർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത്. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായാണ് വിവാഹം നടത്തിയത്. മകൻ്റെ ജീവിതത്തിലെ ആളെത്തിയ ശേഷം വിശദമായി തന്നെ അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് തൻ്റെ മകൻ്റെ വിവാഹം ആർഭാടമായില്ല എന്നും ആരെയും അറിയിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് തന്നെയാണ് പറയുന്നത്. മക്കളുടെ വളർച്ച അത് കണ്ണടച്ച് തുറക്കും മുൻപ് കടന്നു പോകും. കൈ വളരുന്നോ കാല് വളരുന്നോ എന്നും ഒരാപത്തും വരാതെ കാത്തുകൊള്ളണമെന്നും മനസ്സിരുത്തി പ്രാർത്ഥിച്ചും നല്ല വിദ്യാഭ്യാസവും ലോകപരിചയവും അറിവും പകർന്നു നൽകുന്നതിനോടൊപ്പം ഒരു തൊഴിലിനും പ്രാപ്തനാക്കി. വേണ്ട സൗകര്യങ്ങൾ കഴിയുന്നത് പോലെ ഒരുക്കി സ്വന്തം കാലിൽ നിൽക്കാനും കൂടെയുണ്ടെന്ന മന്ത്രവും നിത്യവും ജപിച്ചും ഉള്ളവരും മനം കൊണ്ട് ഭംഗിയായി ജീവിക്കാൻ പറഞ്ഞു കൊടുത്തു എന്ന് വേണം പറയാൻ. കടക്കണിയിൽ ഒഴിവാക്കി പണത്തിനായി പണിയെടുത്തതുപോലെ തന്നെ അത് മകനെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇതൊക്കെ വർഷങ്ങളെടുത്ത് അച്ഛനും അമ്മയും ജീവിതം പഠിപ്പിച്ചു തന്നതാണ്. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അസ്വാരസ്യവും മുൻചുണ്ടിയും മുൻകോപവും ഭാര്യ ഭർത്ത ബന്ധത്തിൽ എപ്പോഴും കടന്നു വരാവുന്നതാണ്. സാമ്പത്തികം, പിരിമുറുക്കം, സ്വരച്ചേർച്ചയില്ലായ്മ, കലഹം എന്ന് ഏത് വന്നാലും അന്നത്തെ രാത്രി കൊണ്ട് തീർത്തേക്കണം. ദിവസങ്ങളോളം വലിച്ചു നീട്ടി എഴുതിയിൽ എണ്ണയൊഴിക്കാൻ നിൽക്കരുത്. ചിന്തിച്ചും സമാധാനത്തോടെയും കാര്യങ്ങൾ ഗ്രഹിക്കണം, പറഞ്ഞു തീർക്കണം എന്ന് മകനെയും ഞാൻ അവൻ്റെ ഭാര്യയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ്റെ അവൻ്റെ പാതിയായ മകളുടെയും ജീവിതം നിയമപരമായി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ട് നാളെ തുടക്കം കുറിക്കുമെന്ന് സാഗർ അറിയിച്ചിരുന്നു. മക്കളുടെ ആഗ്രഹത്തിന് അപ്പുറം മാതാപിതാക്കൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ നല്ലതേ തിരഞ്ഞെടുക്കൂ എന്ന ബോധ്യവും ആത്മവിശ്വാസവും മാത്രമാണ് ഒരുറപ്പ്. സ്വപ്നങ്ങൾക്ക് പുറമെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ദീർഘവീക്ഷണം മുന്നിട്ട് നിൽക്കണം. തീരുമാനങ്ങൾ മുറുകെ പിടിക്കണം. പിന്നെല്ലാം വിധികൾക്ക് വിട്ടുകൊടുക്കണം. ധൈര്യവും പ്രാർത്ഥനയും മനസ്സുറപ്പും ആവശ്യ സമയത്ത് ഉപകരിക്കുമെന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കുന്നു. പിന്നെല്ലാം വിധികൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കും. അച്ഛയുടെയും അകമഴിഞ്ഞ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. ഒരു വെളിപ്പുറത്ത് ഞാൻ എപ്പോഴും ഉണ്ട്. എൻ്റെ മക്കൾക്ക് ഹൃദയം നിറഞ്ഞ വിവാഹാശംസകൾ. ഒന്നിച്ച് ജോലി ചെയ്തവർ ഒന്നിക്കുവാൻ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങളുടെ മക്കളിൽ എത്തിക്കണം. പ്രവീൺ കണ്ണനും റോഷൻ ജെ ജോണിക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണെന്നാണ് അദ്ദേഹം കുറിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.